വാ. നമോ വാഗം അയ്യപ്പദാസ്. നീ തന്ന നമ്പറിൽ ഞാനൊന്ന് അന്വേഷിച്ചതാ. ദാമോദരൻ നമ്പ്യാർ, ഒന്നാം തരം വർഗീയ ഫാസിസ്റ്റ്. ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരനാ, പക്ഷെ പാർട്ടി പുറത്താക്കി. അഴിമതി. 10-30 കൊല്ലായിട്ട് ഹിന്ദു പരിവാർ സംഘടനയല്ല, കോടീശ്വരനാ. പൊളിറ്റിക്സിൽ മതം കൊണ്ട് തീക്കളി കളിക്കുന്നവനാ. ഈ മുഖം നീ ഒന്ന് ഓർത്തു വെച്ചോ. ദാസൻ എന്നെ അറിയാല്ലേ? എനക്കും എൻ്റെ ആൾക്കാർക്കും ദാസന്റെ അല്ല അയ്യപ്പന്റെ ഒരു സഹായം വേണം. വിഷ്ണു, പൊടിയല്ലേ? 10-30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രസ്സാ. ഞങ്ങളുടെ ആത്മമിത്രം രാമകൃഷ്ണൻ്റെ ഓർമ്മയ്ക്ക്. അന്ന് അവനെ കൊന്ന 1-ാം പ്രതിയുടെ പേരാണ് പി മുകുന്ദൻ. പിന്നെ അവൻ വളർന്ന് പന്ന്യന്നൂർ മുകുന്ദനായി. അന്ന് തുടങ്ങിയതാ ഈ ചോരക്കളി. ഞങ്ങളിപ്പുറവും ഓനപ്പുറവും. അങ്ങനെ നഷ്ടപ്പെട്ടതാ സുരേഷിൻ്റെ ഈ ഇടങ്കൈ. അപ്പോൾ പറഞ്ഞു വന്നത്, ഞങ്ങൾ ഈ കളി നിർത്തുന്ന ദാസ. വയ്യ, പ്രായമായില്ലേ. അതിനുള്ള ഏറ്റവും നല്ല മാർഗം നേതാവിന് തന്നെ അങ്ങോട്ട് തീർക്കുക എന്നുള്ളതാ. നേതാവെന്ന് പറയുമ്പോൾ പന്ന്യന്നൂർ മുകുന്ദൻ. താനിങ്ങനെ ബേജാറാവണ്ട. ഒന്നും വെറുതെ വേണ്ട. ചിന്തിക്കുന്നതിലപ്പുറം പ്രതിഫലം തരും. എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ജോലി. എടോ, ഒരു ഗവൺമെൻ ഇത് ആദ്യമായിട്ട് ചെയ്യാന്ന് വിചാരിക്കണ്ട. അങ്ങനെ എടുത്ത പാർട്ടിക്കാർ ഗവൺമെന്റ്മാരെ വിലക്കെടുത്തിട്ടുണ്ട്. അനുസരിക്കാത്തവരെ തീർത്തിട്ടുമുണ്ട്. അല്ല പക്ഷേ ഓനെങ്ങനെയാ ഇപ്പൊ എടുത്ത ചരിത്രം അറിയാ? ഇന്റെ സഖാവ് വലിയ പുണ്യാളൊന്നും അല്ലടോ. പാപക്കര ഓന്റെ കയ്യിലുണ്ട്. മനസ്താപം വിചാരിക്കണ്ട. ഓൻ തീർന്ന കണ്ണൂരെ ഈ പാർട്ടി തീർന്ന്. ഈടുത്തെ കൊലപാതക രാഷ്ട്രീയവും തീർന്നു. ഞങ്ങളല്ലെങ്കിലും വേറെ ആരെങ്കിലും ഓനെ തീർക്കും. പക്ഷെ ഇനി വേറെ ആർക്കും വേണ്ടി കാത്തു നിൽക്കാനാവൂല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ടാ ഒരു ഈച്ച അറിയാണ്ട് എന്നെ സേഫാക്കണ കാര്യം ഞങ്ങൾ ഏറ്റു. വെറും വാക്കല്ല. സുരേഷേ, ഈ മാസം 22-ന് പെരിങ്ങത്തൂരിൽ പാർട്ടി വിശദീകരണ യോഗമുണ്ട്. ഓനാ ഉദ്ഘാടനം. മീറ്റിംഗ് കഴിഞ്ഞാൽ ഓൻ്റെ വണ്ടി കേടാവും. 6:10 ഗുരുദേവൻ ബസ്സിൽ നീ ഓനെ കയറ്റിവിടണം. പാട്യംവയലിൽ ഞങ്ങളുടെ ആളുണ്ടാവും. ബസ്സിൽ വെച്ച് തീർക്കും. ഞങ്ങളെ രഘുത്തമനെ തീർത്തതുപോലെ. നീ അനങ്ങരുത്. മനസ്സിലായ? ഇന്റെ മുമ്പിൽ ഇനി വേറെ ഓപ്ഷൻ ഇല്ല ദാസേ. നമ്മൾ തമ്മിൽ കണ്ടുപോയില്ലേ? ഇത്രയും സംസാരിച്ചു പോയില്ലേ? വയ്ക്കോ. നിനക്ക് ഒരു കാര്യം കൂടി. ഫോൺ നമ്പർ തപ്പാൻ ആ കൂട്ടുകാരൻ പോലീസിനോട് കഥ പറയുന്ന അഭ്യാസം ഉണ്ടല്ലോ, ഇനി ഇറക്കരുത്. ഇരുപത്തിരണ്ട് ഒരു സാധ്യതയാണ്.
ഓൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാലോ. ഉം. ചിന്തിക്കാൻ ഓന് സമയം കൊടുക്കരുത്. ആ. ചിന്തിച്ചാൽ ഓന് പേടിയാവും, പൊട്ടത്തരം കാട്ടും. ഉം. പാവം ചെക്കനാ. സർ വാ. ട്വൻറ്റി സെക്കൻഡിന് പെരുങ്ങത്തൂരിലെ മീറ്റിംഗ് കൺഫേം ആണോ? കൺഫേം ആണ്. എന്തേനു? കുറച്ചു കാലം ഒരു അവയവം പോലെ കൊണ്ടുകിടന്ന കൂട്ടാന്ന്. താനങ്ങ് ഉഷാറായതിനു ശേഷം ഇപ്പൊ ഇത് എടുക്കാറില്ല. ഇത് കണ്ണൂരാദാസ്. മരണം എപ്പോഴും എവിടെയും സംഭവിക്കാവുന്ന നാട്. നീ കേട്ടിനാ? മരണമുള്ളിടത്ത് എപ്പോഴും മരണമുണ്ടാകും. ആരുടെ നിങ്ങളടിയേനു ആടെ യോഗം കയറ്റി സഖാവ് അന്വേഷിക്കുന്നുണ്ട്. എന്നാ പിന്നെ അങ്ങനെ ചെയ്തു. ശരി ആയിക്കോട്ടെ സഖാവേ. ആ എന്നാ പോയാലോ? വണ്ടി എടുക്ക. വണ്ടി ചെറിയൊരു പണിയെന്ന് പഞ്ചറായി. ഇനിയിപ്പോ സ്റ്റെപ്പിന് ഇടണം. 7 മണിക്ക് പാർട്ടി മീറ്റിംഗ് ഉള്ളതാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? 6 മണിക്കൊരു ബസ് ഉണ്ടല്ലോ, അതിന് പോയപ്പോലേ. എന്നാ ബസ്സിന് പോയാലോ? നീ ശരിയാക്കിട്ട് വാ. ശരി. വാ. സർ സർ ബസ്സിൽ പോണോ? പ്രൊട്ടക്ഷൻ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടി പോയാൽ പോരെ? എന്നാ ശരിയാക്കിട്ട് പോ. ആ ദാസാ ഇരിക്കി. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി.